കലാസമിതിയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ 3-4 മാസങ്ങളായി നമ്മൾ വിവിധ പരിപാടികൾ വട്ടംകുളത്തും പരിസര പ്രദേശങ്ങളിലുമായി നടത്തുകയാണ്. ഈ മാസത്തെ ജനുവരി മാസത്തെ പരിപാടിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിഗംഭീരമായ ഒരു ഗാനമേളയാണ് നമ്മളിവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അത് ഉടനെ ആരംഭിക്കും. അതിന് മുന്നോടിയായി വളരെ സന്തോഷകരമായ ഒരു ചടങ്ങ് ഇവിടെ, ഒരു ചെറിയ ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കുകയാണ്. ഇക്കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നമുക്കറിയാം, ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേള അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും വലിയ കലാമേളയാണ് കേരള സ്കൂൾ കലോത്സവം. പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ +2 വരെയുള്ള വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന ഈ കലോത്സവം അതിൻ്റെ പങ്കാളിത്തം കൊണ്ടും സംഘാടനം കൊണ്ടും ലോകശ്രദ്ധ പിടിച്ചുപറ്റിയതാണ്. ഒരു കുട്ടിയെ കലാപരമായി ഒരു ചെറിയ കഴിവുള്ള കുട്ടിക്ക് പോലും അവൻ്റെ സ്വപ്നമാണ് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുക, വിജയിയാവുക എന്നത്. അപ്പം അത്തരത്തിൽ നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന, വട്ടംകുളത്ത് താമസിക്കുന്ന ഒരു കൊച്ചുമിടുക്കൻ കഴിഞ്ഞ 3 വർഷമായി സംസ്ഥാന കലോത്സവത്തിൽ നാടക മത്സരത്തിൽ പങ്കെടുക്കുകയും ഈ വർഷം നടന്ന കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് തിരുവനന്തപുരത്ത് സമാപിച്ച സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത് അവരുടെ സ്കൂളിന് നാടകത്തിൽ A ഗ്രേഡ് കിട്ടുന്നതിനോടൊപ്പം ആ സ്കൂളിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത നമ്മുടെ മിടുക്കൻ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് സബ് ജില്ലാ തലങ്ങളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട് ഈ വർഷം സംസ്ഥാന തലത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിദ്യാർത്ഥി നമ്മളുടെ വട്ടംകുളത്ത്, ഈ ശങ്കരൻ മാസ്റ്റർ വീടിൻ്റെ താഴത്ത് സ്ഥിരം ഇവിടെ ജനിച്ചു വളർന്നവരല്ല, ഇവിടെ വന്ന് താമസിക്കുന്നവരാണ്. അവരെ പരിചയപ്പെടുത്താം. എന്തായാലും വളരെ യാദൃച്ഛികമായാണ് ഞങ്ങൾ ഈ വിവരം അറിയുന്നത്. അറിഞ്ഞ വഴിക്ക് തന്നെ അവരെ വീട്ടിൽ പോവുകയും അവരെ ഇന്നേക്ക് ക്ഷണിക്കുകയും അവരോട് എത്തിയിട്ടുണ്ട്. അവരെ ഒന്ന് അനുമോദിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അവനെ പരിചയപ്പെടുത്തിക്കൊണ്ട് രൂപേഷ് സംസാരിക്കും. അഭിനവ് പ്രവീൺ കുമാറിൻ്റെയും സബിത പ്രവീണിൻ്റെയും മകൻ ഇപ്പോൾ വട്ടംകുളത്ത് താമസിക്കുന്നു. വിജയമാത പൊന്നാനിയിലാണ് അദ്ദേഹം പഠിക്കുന്നത്. 2023 മുതൽ 25 വരെ 3 വർഷം ഹൈസ്കൂൾ തലത്തിൽ നാടകത്തിന് ഫസ്റ്റ് വിത്ത് A ഗ്രേഡും 2023, 2025 എന്നീ വർഷങ്ങളിൽ സബ് ജില്ലാ സ്റ്റേറ്റ് തലത്തിൽ മികച്ച നടനായും തിരഞ്ഞെടുക്കപ്പെട്ടു. 2 വർഷത്തോളമായി വട്ടംകുളത്ത് സ്ഥിര താമസമാക്കിയിരിക്കുന്നു. 2023 അളവ് എന്ന നാടകത്തിനും 2025 തൊഴിലാളി എന്ന നാടകത്തിനുമാണ് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ജിനേഷ് ആമ്പലൂരാണ് ആ നാടകത്തിൻ്റെ സംവിധായകൻ. 2 പ്രാവശ്യം മഴവിൽ മനോരമയിൽ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന പ്രോഗ്രാമിലും പങ്കെടുത്തിട്ടുണ്ട്. സച്ചിൻ സംവിധാനം ചെയ്ത കളർ ആർട്ട് എന്ന ഷോർട്ട് ഫിലിമിലും അഭിനയിച്ചിട്ടുണ്ട്. മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട വട്ടംകുളത്തിൻ്റെ അഭിമാനം അഭിനവ് പ്രവീണിന് ഉപഹാരം നൽകുന്നതിന് വേണ്ടി വട്ടംകുളം ഗ്രാമീണ വായനശാല പ്രസിഡന്റും അമ്പിളി കലാസമിതിയുടെ സ്ഥാപക പ്രവർത്തകനുമായ ശ്രീ ശങ്കരൻ മാഷെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അഭിനവിനെയും ക്ഷണിക്കുന്നു. അഭിനവ് പ്രവീൺ എന്ന ഈ കൊച്ചുമിടുക്കൻ നേരത്തെ ദിവാരൻ മാഷ് പറഞ്ഞ പോലെ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ പുതിയ വീട് വെച്ച് താമസിക്കുകയാണ്. അവർ 2 കൊല്ലമായിട്ട് ഇവിടെ ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ, ട്രെയിനൊക്കെ ഇറങ്ങി ബസ്സൊക്കെ പിടിച്ച് ഇവിടെ നടന്നു പോകുമ്പോൾ ഞാൻ യാദൃച്ഛികമായിട്ട് അഭിനവിനെ കാണുക. അപ്പോൾ ചോദിച്ചു, എന്താ ഇന്നത്തെ റിസൾട്ട്? അപ്പോൾ പറഞ്ഞു, സ്റ്റേറ്റ് ഫസ്റ്റ് നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഉള്ള തിരിച്ചു വരവായിരുന്നു അത്. വളരെ
സജീവമാണ് അഭിനവിൻ്റെ സ്കൂൾ ജീവിതം. ഇത്തരം കലകളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് ഈ സ്റ്റേറ്റിലുള്ള മുഴുവൻ കുട്ടികളെയും പിന്നിലാക്കിക്കൊണ്ട്, നാടകത്തിൽ അഭിനയിക്കുന്ന മുഴുവൻ കുട്ടികളെയും പിന്നിലാക്കിക്കൊണ്ട് 1ാം സ്ഥാനം കഴിഞ്ഞതിന് മുന്നത്തെ വർഷവും ഈ വർഷവും നേടുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല. അത് പ്രതിഭകൾക്കേ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്തായാലും നമ്മുടെ അഭിനവിന് നമ്മുടെ വട്ടംകുളത്തിൻ്റെ അമ്പിളി കലാസമിതിയുടെ എല്ലാ വാത്സല്യങ്ങളും അർപ്പിക്കുകയാണ്. മേലിൽ ഉത്തരോത്തരം ഉയർന്നുകൊണ്ട് നാടകത്തിൽ മാത്രമല്ല സിനിമയിലും എല്ലാ കലാരംഗങ്ങളിലും അഭിനവ് ശോഭിക്കട്ടെ, വളരട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്. എല്ലാ അഭിനന്ദനങ്ങളും. എല്ലാവർക്കും നന്ദിയുണ്ട് ഇങ്ങനൊരു സ്നേഹ സമ്മാനം തന്നതിന്. എല്ലാവരും എന്തായാലും നമ്മുടെ ഈ പരിപാടിയുടെ അമ്പിളിയുടെ 50ാം വാർഷികത്തിൻ്റെ അവസാന പരിപാടി നാടകത്തോടു കൂടി അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും അഭിനവിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം കിട്ടിയ നാടകം അവതരിപ്പിക്കാൻ നമുക്ക് വേദി ഒരുക്കാം. അന്ന് അഭിനവിൻ്റെ നമ്മുടെ പ്രകടനം, അവനിപ്പോൾ ആ സുഖല്യ പറയുന്നു, എന്തായാലും അവൻ്റെ പ്രകടനം വട്ടംകുളത്തെ ഈ അമ്പിളി കലാസമിതിയുടെ പേരിൽ നിങ്ങൾക്ക് കാണാൻ ഉറപ്പായും അവസരമൊരുക്കുമെന്ന് പ്രഖ്യാപിക്കുക.